നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വിവാദ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറ്റിയ കുറച്ച് മഹാമാരുണ്ട്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരായിട്ടുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അറിഞ്ഞോണ്ടല്ല ഏമാനെ, മനഃപൂർവ്വമാണ്. നല്ല ഒന്നാം തരം കമന്റ് ആണ്. അപ്പോ ഈ പറഞ്ഞ അഴിമതികൾ നടത്തിയ മഹാമാരി കുറെ പേരുണ്ട്. അവരുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്: ആരോഗ്യ വകുപ്പിൽ നിന്ന് 373 പേര്, മെഡിക്കൽ വിദ്യാഭ്യാസം 124 പേര്, ആയുർവേദത്തിൽ 114 പേര്, മൃഗസംരക്ഷണത്തിൽ 74 പേര്, പൊതുമരാമത്തിൽ 47 പേര്, സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 46 പേര്, ഹോമിയോപ്പതിയിൽ 41 പേര്, പൊതു വിദ്യാഭ്യാസത്തിൽ 224 പേര്, കൃഷിയിൽ 35 പേര്, റവന്യൂല് 35 പേര്, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസിൽ 34 പേര്, പോലീസിൽ 10 പേര്, കോളേജ് വിദ്യാഭ്യാസത്തിൽ 27 പേര്, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ 31 പേര്. ഇങ്ങനെയാണ് ഇവിടെ അഴിമതികളിൽ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവര് സർക്കാരിന്റെ ഭരണത്തിലിരിക്കുന്ന NGOയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന NGOയുടെയും കീഴിലിരിക്കുന്നവരാണ് ഇതിൽ പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് അവസാനം ഇവര് പുറന്തള്ളാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവര് ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു, അതിന്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കൂന്നാണ് പറഞ്ഞേക്കണത്. അതെങ്ങനെ ശരിയാവും? എൻ്റെ നാട്ടില് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറി മോഷ്ടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട്, സാറേ പിടിച്ചതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നേക്കാം, എന്നെ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ പണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു വാദം നടന്നു. ഇവിടുത്തെ വലിയൊരു വാദമാണ്. ആ കേസിനകത്ത് പറഞ്ഞത്, ഒരു ഞങ്ങൾ പിരിക്കുന്ന തുകയുടെ 18% GST അടയ്ക്കുന്നുണ്ടല്ലോ എന്നാണ്. ഞാൻ എടുത്ത വായിക്ക് ചോദിച്ചു, സാറേ ഞാൻ റിസർവ് ബാങ്ക് കൊള്ളയടിച്ചിട്ട് അതിന്റെ 18% GST അടച്ചു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ ആ മോഷ്ടിച്ച തുക എനിക്ക് തിരിച്ച് ഫ്രീ ആയിട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോ എല്ലാരും കൂടി ഇരുന്ന് ചിരിച്ചു. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് ഇപ്പൊ അത് തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞത് ഇവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത് ഇവരാണ് കേരളത്തിലെ മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള വേണ്ടപ്പെട്ടവർക്കും പല സാധനങ്ങളും അഴിമതി നടത്തി കൊടുക്കുന്നതും നടത്താൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതും ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. എന്റെ നിലപാട് അതാണ്. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു സാധനം കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, അത് അവൻ അറിഞ്ഞോണ്ടല്ലല്ലോ, മനഃപൂർവ്വമല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയില്ലല്ലോ. ആ മോഷണം തന്നെയല്ലേ. കേരള പോലീസിന്റെ ആക്ടിലോ അല്ലെങ്കിൽ IPC-യിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമത്തിലോ പറയുന്നുണ്ടോ വ്യാജരേഖ ചമച്ച് മോഷണക്കുറ്റം നടത്തിയിട്ട് അത് അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ, അല്ലെങ്കിൽ അറിഞ്ഞോണ്ടല്ലല്ലോ, അതുകൊണ്ട് അതിനകത്ത് കേസിൽ നിന്ന് ഒഴിവാക്കാന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? ഇല്ല. വ്യാജരേഖ ചമച്ച് ക്ഷേമ പെൻഷൻ മേടിച്ച് ജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഇവർ കൈപ്പറ്റിക്കൊണ്ട് പോയിട്ട് നടപടിയിലോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ 18% പലിശയോ അല്ലെങ്കിൽ 20% പലിശയോട് കൂടി തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞാൽ ആ കേസ് തീരുന്നൊന്നുമല്ല, അത് തീർക്കാൻ പറ്റത്തുമില്ല. എന്തായാലും ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി വേണം. ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്നും പറഞ്ഞു വിടണം, സർവീസിൽ നിന്നും അയോഗ്യനാക്കി പുറത്തു വിടണം എന്നുള്ളതാണ് എൻ്റെ പരാതി. ആ പരാതിക്ക് നിങ്ങൾ തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.